കുറച്ച് മുണ്ട ഒരു വേറെ സൗണ്ട്, ഒരു കാക്കി പാന്റ്. Yo, my name's Schaefer. I'm about to get free Subway because Jared Payne. Yo. Bro. Oh, chicken tandoori. Vibe. Oh. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വൈറ്റ് സോൺ. എന്നത്തെ പോലെ ജോലിക്ക് പോവാണ്. ബസാറിനുണ്ട്. പ്രഭാതം പൊട്ടി വിരിയുന്നു. എല്ലാ ദിവസത്തെയും പോലെ നത്തിങ് സ്പെഷ്യൽ. പക്ഷേ ഇതൊന്നും ഈ വെട്ട് കൂടി ഇരുന്നിട്ടാ. ഓരോ ദിവസം കഴിയുമ്പോൾ വെട്ട് കൂടുന്നുണ്ട് തോന്നട്ടാ. ഒണ്ടവയാണ്. ഇനി ഒരു 10 മിനിറ്റ് കൂടെ ഉള്ളൂ. കൃത്യം 7 മണിക്ക് എത്തും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് 7 മണിക്ക് എത്തി കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നത്. ഒരു 8-8:30 ആകുമ്പോൾ പണി തുടങ്ങി. സ്ലോ പേസിലായിരുന്നു വർക്ക് കേട്ടാ. ഇപ്പൊ എങ്ങനെ അറിയോ, ഇപ്പൊ ആ ഓഡിറ്ററൊക്കെ വരുന്നതിന്റെ ഭാഗമായിട്ടുള്ള സൈഡ് എഫക്ട്സ് ആണെന്ന് തോന്നുന്നു. 7 മണിക്ക് അവിടെ എത്തുന്നു, 7:01 വർക്ക് തുടങ്ങും. അങ്ങനെ പെട്ടെന്ന് നിർത്തൂല, എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഈ വെയിലൊക്കെ കൊള്ളുമ്പോ ഇങ്ങനെ ടയർഡാവും. ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞ് ഫുഡ് കൂടി അയച്ചു കഴിയുമ്പോ ഡെഡാവും അല്ലേ. വീട്ടിൽ പോയി കിടന്ന് ഇങ്ങനെ ഉറങ്ങാ ഇങ്ങനെ ആവുമ്പോ ഏതെങ്കിലും കുരുപ്പ് വിളിക്കും. കൂടാ ഇങ്ങനെ റോബി. അതേ നമ്മളെ കൂട്ടത്തിലൊരു കുരുപ്പില്ലോ. ബാക്കിയെല്ലാം ഓക്കെയാണ്, ബാക്കിയെല്ലാം നോർമലാണ്. ഇത് കുറച്ചൊന്ന് സൈഡ് വിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, നോർമലാണ്. കുറച്ച് ചിലപ്പം ചൈൽഡ്ഹുഡിൽ കിട്ടിയായിരിക്കും. ട്രോമയായിരിക്കും. 3.5 വയസ്സുള്ളപ്പോ എന്റെ അരമണി ഇത്രേ ഉള്ളൂ. ഞാൻ വളരുമ്പോ എന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്തെന്ന് പറയില്ല ദിലീപ് പറക്കം നൽകിയ സിനിമയില്. ജോലിക്കെല്ലാം പോയാ സ്ട്രിക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് സത്യം. നമ്മൾക്ക് എത്തുമ്പോ മറ്റേ കൊല്ലം പുറത്തരും. കൊല്ലത്തിൽ ആ മാസ്ക് അങ്ങ് പറിച്ചോളി. മിസ്റ്റർ കൊല്ലാവില്ല. കൊല്ലത്തുള്ളവർക്ക് ഹേർട്ട് ആവുന്നുണ്ടെങ്കിൽ ഐ ആം സോറി. അരിന്റെ എണ്ണം അടിയുണ്ടാക്കും. ഇടിയാവും. പിന്നെ അത് ഇവിടുത്തെ കസ്റ്റമേഴ്സിനോട് എടുക്കണം. കോമഡി ആയിരിക്കും കേട്ടാ. ഓക്കെ, എല്ലാ നാട്ടിലും അവരേതായിട്ടുള്ള ഇതുണ്ടല്ലേ. കണ്ണൂര് പോകുമ്പോ കോഴിക്കോട് പിന്നെ അറിയാലോ. 2 ദിവസം മുന്നേ എന്റെ കറുത്തിട്ട് എന്റെ കരുവായിട്ട് കളിയാക്കിയവരായി പറയുന്നത്. റേസിസ്റ്റ്. ഞാൻ അത് കേട്ടിട്ട് എന്റെ തൊലിന്റെ കട്ടി കൂടി. അത്രയും ട്രോളായിരുന്നു. ട്രോളൊക്കെ അതിന്റെ സെൻസിൽ എടുക്കാൻ പറ്റും. ഇൻസ്പെക്ട് ചെയ്യുമ്പോ തലയൊക്കെ ഇടിച്ച് ഒരു കുഴപ്പമില്ല. കുലുക്കിട്ട് വീണ്ടും വർക്ക് തൊലിക്കെട്ടി എല്ലാം കൂടി കേട്ടാ. പക്ഷെ മുടീന്റെ കട്ടി മാത്രം കൂടുതലില്ല. ഞാൻ വിചാരിച്ചെന്നറിയാ ബസ്കറ്റൊക്കെ അടിച്ച് കഴിയുമ്പോ കുറച്ചും കൂടി കട്ടിയിൽ വരുന്നു സാധനം. കയ്യിൽ പോയി അല്ലേ. പറഞ്ഞതിന് പറയാനല്ല. ലഞ്ച് ടൈമിന് കാണാമല്ലോ. ലഞ്ച് ടൈം കാണാം. ഹലോ ഗൈസ്, ഇപ്പൊ സമയം 9:30 ഞാനിപ്പോൾ എണീച്ചുള്ളൂ. എനിക്കിപ്പോൾ പ്രാക്ടീസ് ഉണ്ട് 10 മണിക്ക് ഫുട്ബോളിൻ്റെ. ഇതാണ് എൻ്റെ ക്ലബ് ടീം. ഫുഡൊന്നും കഴിക്കുന്നില്ല, ഫുഡൊക്കെ വന്നിട്ട് കഴിക്കാം. പിന്നെ വന്നിട്ട് കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട്, 2 റീൽ എഡിറ്റ് ചെയ്യാനുണ്ട്, പിന്നെ വ്ളോഗ് മൊത്തം എഡിറ്റ് ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വന്നിട്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് പ്രാക്ടീസിന് പോകാം. ഓക്കെ, ഡോഡ്ജി ഗൈസ്, ഡോഡ്ജി ഇപ്പോൾ ഏട്ടനെക്കാട്ടി ഞാനും ഉപയോഗിക്കില്ല കേട്ടാ. ഏട്ടനിപ്പോൾ ഉപയോഗിക്കലേ ഇല്ല. ഏട്ടൻ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ് എടുക്കും, അല്ലെങ്കിൽ പ്രസാദിൻ്റെ പരം പോകും. പിന്നെ വൈകുന്നേരം ഏട്ടൻ ഇപ്പോൾ പുറത്തൊന്നും പോയില്ല. അപ്പം ഞാൻ ഹാപ്പിയാണ്. ഇനി നമുക്ക് പ്രാക്ടീസിന് പോവാം. അപ്പം നിങ്ങൾ ഏട്ടനെ പോയി കണ്ടിട്ടോ. ഓക്കെ, ഞാൻ പെട്ടെന്ന് വരും. ഓക്കെ, ലഞ്ച് ഇട്ട സൺസ്ക്രീനെല്ലാം പോയിട്ടുണ്ട് കേട്ടോ. മോനെ തൊപ്പി കൂടി വരുമ്പോ വലിയ സീനില്ല. പിന്നെ ഇന്ന് വലിയ പണി ഉണ്ടായില്ല. സാധാരണ ഇല്ല. ഇന്ന് അവരെ റിപ്പയർ ഒക്കെ നോക്കിക്കലായിരുന്നു. ഞാൻ നോക്കുമ്പോ പിന്നെ കാണുന്നില്ല, അപ്രത്യക്ഷമായി. അയാൾക്കൊരു വീഡിയോ ഉണ്ട്. ഞാൻ ശ്രീഹരിക്ക് അയച്ചു കൊടുക്കാം. ശ്രീഹരി പ്ലേ ചെയ്യണേ. ശ്രീഹരി പ്ലേ ചെയ്തോ. ഞാനില്ലേ ഈ സ്റ്റാക്കിന്റെ ഇടയിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കും. നല്ല തണലും ഉണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. കുറച്ച് കഴിയുമ്പോ ഇവര് നോക്കാൻ തുടങ്ങി കാണുമ്പോൾ ഞാൻ തല നോക്കി വെക്കും. അവര് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ പോയി നോക്കും, അവരെ ഹെൽപ്പ് ചെയ്യും. അല്ലാണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കും. ബ്രോ ഈ വ്ളോഗ് എടുക്കുമ്പോ ബ്രോ ആൽഡ്രിൻ തോമസ് താങ്ക് യു സോ മച്ച്. നീ ഇപ്പൊ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. നെക്സ്റ്റ് ടൈം വ്ളോഗ് എടുക്കുമ്പോൾ ഒരു ഓർഡർ വന്നാൽ അവരുടെ പേര് പറയാം. വ്ളോഗിന്റെ ഇടയിൽ ഓർഡർ വന്നാൽ പേര് പറയാട്ടാ. ഗൈസ് ഞാൻ എന്താ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഒളിച്ചിരിക്കും.
എന്നിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് തല നോക്കിയിട്ട് കിടക്കും. പിന്നെ ഇന്നലെ വലിയ ആൾക്കാരൊക്കെ വന്ന് പോയോണ്ട് ഒരു ശാന്തതയുണ്ട്, ഒരു കൊടുങ്കാറ്റ് അടിച്ചതിന്റെ ഒരു ശാന്തതയുണ്ട്. ഇനി ഭക്ഷണം കഴിച്ചിട്ടൊക്കെ വരുമോ? പക്ഷെ വേറെ കാര്യം ഉറപ്പായിട്ടുണ്ട്, നമ്മളെന്തായാലും ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുന്നില്ല, നമ്മൾ ചെയ്യുന്ന കറക്റ്റ് ആണെന്ന് അവര് പറഞ്ഞു. ഇവര് സെറ്റ് ആക്കുന്ന എല്ലാം കറക്റ്റ് ആണ്, നിങ്ങളെ തെറ്റ്. അതെ, ആ കമ്പനിയോട് പറഞ്ഞു നിങ്ങളെ തെറ്റ്, നിങ്ങളാണ് ശരിയാക്കേണ്ടത് പറഞ്ഞു. ഇനി നമുക്ക് സബ്വേ ഇനിയിപ്പോ ഒരാഴ്ച കൊണ്ട് വന്നല്ലേ, നമ്മളവിടെ പോകുമ്പോ തന്നെ നമ്മൾ സാധനം കൃത്യമായിട്ട് എടുത്തു വെക്കും. അവർ ഓൾറെഡി വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ട്, അച്ഛനമ്മക്കൊക്കെ സുഖമല്ലേ എന്നിട്ട് വെള്ളമൊക്കെ കുടിക്കാറില്ലേ, വെയിലൊക്കെ അല്ലേ അത് അവിടെ വാടിപ്പോയി. കണ്ട വെള്ളം കുടിച്ചോന്ന് ചോദിച്ചാ എന്തൊരു സ്നേഹം. Let me go with the teriyaki. Yeah. ഫുഡ് കഴിച്ചു, വിശപ്പ് മാറി, വെയില് വന്നു തുടങ്ങി കേട്ടാ മച്ചാനെ, ഹെവി വെയില്. സൺസ്ക്രീൻ ഒന്നും കൂടി ഇടേണ്ടി വരും. ഇപ്പം നമ്മള് പറഞ്ഞ പിന്നെ 3 ദിവസം കൃത്യമായിട്ട് ഇട്ടു. ഞാൻ പുള്ളിമാനാവട്ടെ, ഇത് എഫക്റ്റീവ് ആണേ, ഒരു ഇടുമ്പോ ഒരു തണുപ്പൊക്കെ ഉണ്ട്. ഇപ്പൊ എന്റെ സ്കിൻ എത്ര കറുത്തിട്ടാന്ന് നോക്കൂ. ആരൊക്കെയോ ഹായ് പറയുന്നുണ്ട്, എന്താ അങ്ങനെ നമ്മള് പറഞ്ഞിടായിരിക്കും. അങ്ങനെ പ്രാക്ടീസ് കഴിഞ്ഞു. ഇപ്പൊ സമയം എത്രയായി? 12:30 2-3 മണിക്കൂർ ഉണ്ടായിരുന്നു പ്രാക്ടീസ്. ഇപ്പൊ ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്നത് എന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം. സബ്വേ, ഏട്ടനിടയ്ക്ക് സബ്വേ പോയി കഴിക്കുന്നത് നിങ്ങൾ കാണല്ലേ, ഏട്ടന്റെ സെയിം ഓർഡർ തന്നെയാണ് എന്റെയും. അപ്പൊ നമുക്ക് സബ്വേ പോയി കഴിക്കാം. ഒടുക്കത്തെ വെയിലാട്ടാ, മുട്ടിഞ്ഞ വെയില് പണ്ടാരം. Oh, what's up? My name's Jared. I'm always on the bench. Yo, my name's Schaefer. I'm about to get free Subway because Jared Payne. Yo. I say what's up to the vlog. What's up? What the? Introduce yourself. My name is Juan, bro. Best midfielder of all time. I was like training, and I was dreaming about food. Me too. Oh, can I get Italian herbs and cheese? 6-inch chicken teriyaki. And can I get it toasted, please? And what's your order at Subway? We'll Italian herb and cheese with some cheese and some ham. Everyone gets the Italian herbs and cheese. Huh? You? Wheat bread? Yeah, we bread. Oh hell! Can I get lettuce, spinach, cucumbers, black olives, mayo, and sriracha, salt and pepper? 887. ഇതാണ് ഞാൻ വാങ്ങിയ ഫുഡ്, ചിക്കൻ ടെറിയാക്കി. അപ്പോൾ നമുക്ക് കഴിക്കാം. ഇത് ഓക്കെ അല്ലേ, നോർമൽ മോഡല്ലേ? ഇപ്പം ടൈം ലാപ്സ് ഒന്ന് മാറ്റിയിട്ട് ഞാൻ. ഓക്കെ ഗൈസ്, ഞാനിപ്പോൾ ഫുഡ് കഴിച്ചു, വീട്ടിലോട്ട് പോവാണ്. വീട്ടിൽ പോയിട്ട് കുറച്ച് എഡിറ്റിംഗ് പരിപാടികളായിട്ട് മുന്നോട്ട് പോകണം. ഡോഡ്ജിൻ്റെ ഒച്ച വെക്കണം, എനിക്ക് കാണിച്ചു തരാം. ജോലി കഴിഞ്ഞ് വീട്ടിൽ പോയതേ, പെട്ടെന്നൊരു മഴ അല്ലേ. നമ്മള് ഇറങ്ങുമ്പോല്ലേ ഈ വെയിലൊക്കെ പോകും. സത്യം ചൂടായിട്ടുണ്ടായിരുന്നു അറിയാം. ഞാൻ ചൂടത്ത് പണിയെടുത്തിട്ട് എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ വെച്ചിട്ട് വണ്ടി കയറുന്നു. കുറച്ച് കഴിയുമ്പോൾ നല്ല മഴ. വെൽക്കം ടു ടെക്സസ്. ടെക്സസിൽ ഇങ്ങനെ കേട്ടാ, നമുക്കൊരു വലിയൊരു കാർഡ്ബോർഡ് ഷീറ്റ് ഇട്ടില്ലേ ഇന്ന്? അതെ. ഇത് പിച്ചക്കാരുടെ അവസ്ഥയാണല്ലോ വേറെ കോമഡി അറിയാം. നമ്മൾ ഭയങ്കര ചൂട്, അത്ര നേരം നല്ലോണം പണിയെടുക്കുന്നുണ്ടേ. ഭയങ്കര ചൂടെടുക്കുമ്പോ ഈ വെൽഡേഴ്സ് ശരിയാക്കി കൊണ്ടിരിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്തു, ആ ഷീറ്റ് ഇങ്ങനെ മുകളിൽ വിരിച്ചിട്ട് നമ്മൾ അതിന്റെ അടി ഇങ്ങനെ ഇരിക്കുന്നത്. അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞ് ഇരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോ ഒരു വേറെ സൗണ്ട്, ഒരു കാക്കി പാന്റ് നോക്കുമ്പോണ്ട് നമ്മളെ മറ്റേ ഓഡിറ്റ് ചെയ്യാൻ വന്ന ആൾക്കാരല്ലേ, അവര് നമ്മളെ മാനേജറോട് സംസാരിക്കുന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനെ എത്തി നോക്കി, അവരെന്നെ കണ്ട്. ഞാൻ നോക്കി ആളെന്നെ കണ്ടു. പ്രശാന്തികള അനങ്ങിയില്ല, ശ്വാസം പോലും വിട്ടില്ല. പെട്ടെന്ന് നമ്മളെ കാണൂല. നേരത്തെ വീഡിയോ കണ്ടില്ല എന്റെ, അതുപോലെ എന്റെ പൊന്നാളി. എന്നിട്ട് അവര് ഒന്ന് പറഞ്ഞ, അവര് ജസ്റ്റ് വന്നിട്ട് നമ്മളെ ഇത് നോക്കാൻ വേണ്ടി പോയതാ. അവർക്ക് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അവർക്ക് പ്രോഗ്രസ് ഉണ്ടാവണം, കമ്പനീനെ ഹേർട്ട് ആക്കാൻ പാടില്ല. നമ്മൾ ഇൻസ്പെക്ടേഴ്സ് ആണ്, നമ്മൾ ഇൻസ്പെക്ട് ചെയ്തിട്ട് അവര് നന്നാക്കണ്ടേ. ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, തലകുത്തിക്കണം, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെ, എന്നാലും ഒരു ഇത് ഇങ്ങനെ ഇരുന്ന് കുറച്ചാണ്. അതെന്തായാലും കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് അവര് തിരിച്ച് കാനഡയിലേക്ക് പോയത്. ആ ശല്യം ഒഴിവായി. ഇനിയിപ്പോ അതിന്റെ ഇതൊന്നുമില്ല. ഇനിയിപ്പോ വേറെ കളിയാവും കേട്ടോടെ. ഉറപ്പാ, അത് ശരി, ഉറപ്പല്ലേ? ഇങ്ങനെ പെട്ടെന്നൊരു മഴ വെച്ചാലേ, പെട്ടെന്ന് ട്രാഫിക് മച്ചാനെ ഹെറിക്കേൻ എന്തോ വരാൻ പോലെ ഇവിടെ. ഉണ്ടാവുമോ എന്ത് ചെങ്ങായി,
എങ്ങനെയുണ്ടായി മഴ നല്ലല്ലേ ഇതിപ്പോ കണ്ട പണ്ടാരെ ഇതാണ് ടെക്സസ്. അപ്പുറം ചൂട്, അതിന്റെ ഇടയ്ക്കൊരു മഴ, ഇപ്പുറം അത് കഴിഞ്ഞു. ഇപ്പൊ സാധാരണ കാലാവസ്ഥ, ക്ലൗഡിയും അല്ല. പുറത്തിറങ്ങുമ്പോ ഒരു ലഗേജ് എടുക്കണം, ഒരു റെയിൻകോട്ട്, ഒരു ഹുഡി, ഒരു ബനിയൻ. സ്നോയിലിടാനുള്ള ഷൂ എല്ലാം എടുത്തിട്ട് പോകണം. പെട്ടെന്ന് സ്നോ എല്ലാം വരും, പറയാൻ പറ്റില്ല. സ്നോ 2 കിലോമീറ്റർ കഴിഞ്ഞാ പോനെ. ഇവിടെ ബ്രോ ഒന്നുമില്ല ഇവിടെ. നമ്മളിപ്പോ വൈപ്പർ ഇപ്പൊ ഓഫ് ആക്കിയില്ല. എന്ത് ചെയ്യാനാണേ, കാലത്തിന്റെ ഒരു പോക്കേ. വണ്ടിന്ന് കടി കിട്ടി. ശരിയാണേ. Later that same evening. നമസ്കാരം. സമയം 10:10 നമ്മളെല്ലാരും, ഞാനും ബേസിലായിട്ടും പ്രസിഡായിട്ടും എല്ലാരും കിടന്നുറങ്ങിയാതെ ഒരു കാലം വന്നിട്ട് വിളിച്ചിട്ട് പണ്ടാറടങ്ങാൻ എല്ലാരും എഴുന്നേപ്പിച്ച് ഇപ്പൊ നമ്മള് ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നിട്ട്. ഈ സ്ഥലം പണ്ടത്തെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ഈ സ്ഥലം നിങ്ങൾക്ക് അറിയായിരിക്കും. 3K 4K കേക്ക് കുറിച്ച് ഈ സ്ഥലം എല്ലാ ദിവസവും കേക്ക് അതാണ്. ആ തട്ട് ഇവരെ കൊണ്ട് ഇങ്ങനത്തെ ഒരു ഉപകാരമുണ്ട്, ഫുഡ് കിട്ടും. അല്ലാണ്ട് എന്ത് ഉപകാരമുള്ളത്? ഒന്നുമില്ല. അത് ശരിയാ, ഫുഡിന് വേണ്ടിയാ. അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ ആരെങ്കിലും വരുമോ? ഓ ചിക്കൻ തന്തൂരി ഗൈസ്. ഉറക്കം കുറച്ച് പോയാ എന്താ അല്ലേ? അടാ സോറി, അതൊരു കോർണർ ഇടണേ, നടുക്കിടല്ലേ പ്ലീസ്. എല്ലാം കൂടി തട്ടത് പ്ലീസ്, ദയവേത്. ഓക്കെ ഓക്കെ. മറ്റേ ഗാങ്സ്റ്റർ, മറ്റേ പണ്ടത്തെ ഗാങ്സ്റ്റർ ഇടുന്നോലെ ഏഷ്യൻ ഗാങ്സ്റ്റർ ഇല്ല. എന്റെ ബിരിയാണി കഴിക്കണ്ടേ? ചങ്ങല പൊട്ടിച്ച മാറ്റി അവിടെ ലൈനെന്ന് പറഞ്ഞു. എന്റെ ലൈനിന്റെ ഗ്രാഫ് ഓൾറെഡി പറഞ്ഞു. ഇനി പറഞ്ഞ ഔട്ട് കോമഡി ആവും കേട്ടാ. ചിക്കൻ പിസ്സ ഗ്രാഫിന് കുറച്ച് ഡെവലപ്മെന്റ് ഉണ്ട് കേട്ടോ ഇന്ന്. കുറച്ചുകൂടി കൂടി വേണോ? മിറന്റെ മുമ്പ് അധികം മിണ്ടാണ്ട് ചിക്കൻ കഴിക്കാം. ഇപ്പൊ വരും. കേട്ടോ, ഇറ്റാലിയൻ ബ്രെയിൻ ടോട്ട് നമ്മളെ ഫ്രണ്ട്സ് ഗ്രൂപ്പിന്റെ ഇടയിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയാണ്. ഇറ്റാലിയൻ ബ്രെയിൻ സൂപ്പർ മ്യാവ് മ്യാവ്. അത് കണ്ടിട്ട് ഞാൻ കുറച്ചെങ്കിലും ഇരുന്നു. എന്താണ് ഇത് നടക്കുന്നത്? ആ പശു പറക്കുക, അങ്ങനത്തെ ജോലിയെല്ലാം ചെയ്തെങ്കിൽ എന്റെ പൊന്നാളിയാ. പശുവിന്റെ ഉപയോഗിച്ച് പട്ടിയാക്കും. വീടിന്റെ തുടക്കം പശു ആയിരിക്കും. എന്തില് പശു എന്ന് പ്രസരിപ്പിച്ച് വന്ന ഒരു പട്ടി ഹുഡിട്ട് പണ്ട് ഫുഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ ഒരാളുണ്ടായിരുന്നേ. ഇപ്പൊ അയാളില്ല. ഇപ്പൊ റോബിയുടെ തന്നെ ഫുൾ ടൈം. എന്താ 27 നാട്ടിൽ വരികയാണെങ്കിൽ എവിടെയും കണ്ടു കഴിഞ്ഞാൽ മിണ്ടാണ്ട് പോയിക്കോ. എവിടെയും കണ്ടു കഴിഞ്ഞാൽ ചായ വാങ്ങിത്തരാൻ പറയണേ. റോബിയേട്ടനെ ആരെങ്കിലും നാട്ടിൽ വെച്ച് കാണുവാണെങ്കിൽ ധൈര്യമായിട്ട് ചോദിച്ചോ, ചായ എങ്ങനെ ഏട്ടാ ഒരു ചായ വാങ്ങിത്തരുമെന്നല്ല, ചായ അങ്ങനെ പറയണം കേട്ടോ. കാണുന്ന പോലെയല്ല, മന്തി കൂടെ റേറ്റ് കൂടും. കൊല്ലത്തെ വീട്, അപ്പം മന്തി കിട്ടിയാ ഭാഗ്യം. ചിക്കന് ഉഷാറില്ലാതൊക്കെ പറഞ്ഞ അടി കൂടും. അയ്യോ, ഇത് കാണുന്ന കൊറേ പ്രേക്ഷകർ കൊല്ലത്തുണ്ടല്ലേ, നിങ്ങളീ കൂടി ചേർത്തിട്ട് പറഞ്ഞതാ. സാറില്ല, കണ്ണൂരായ നമ്മളെ എത്ര കളിയാക്കുന്നത്. മോശമൊന്നുമല്ലേ ബോംബ് ബോംബ് ബോംബ്. നിങ്ങൾ എന്തായാലും ഒരു ബോംബ് ഇട്ടുണ്ടോ? ഞാൻ ഇതിലിട്ടില്ല മച്ചാനെ. ഞാൻ ഇവിടെ വന്നിട്ടാണ് റേസിസം ബോംബ് കണ്ടിട്ടുണ്ടോ? എറിഞ്ഞിട്ടുണ്ടോ? വേറെ എന്തെങ്കിലും വിചാരിക്കും. വേറെ ടെററിസം ഗ്രൂപ്പ് ഇതിനെ കണ്ടില്ലേ തലവൻ. ഒരു കാര്യം കേട്ടോ, എന്താ നേരത്തെ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. ചതി ചതി. ആരും കേൾക്കാണ്ട് വന്ന് പറഞ്ഞതറിയാം. ഹെയർലൈൻ ഫിക്സ് ആവുന്നുണ്ട് കേട്ടോ അടുത്ത ട്രോളാ. ഫിക്സ് ആയാലും ആരെയും പറയുന്ന നോക്കിയേ. ശരിയാ, എന്നെ എന്തൊരു ബസ് കട്ട് ഞാൻ അടിച്ചതാ. ഇത് പിന്നെ ഞാൻ ട്രാമ്പലിൽ ഇന്ന് ലാസ്റ്റ് ഡേ ആയിരിക്കും കേട്ടോ. ഒരു കരടി കയറിയിട്ടുണ്ട്. ഏതോ ഈ സ്ഥലം ഓർമ്മയുള്ള ഒരു കമന്റ് ഇടണം. ഓർമ്മയില്ല വെച്ചിട്ടോ. അല്ല അതെന്താ വർത്താനല്ലേ അത്?
അത് മോശമല്ലേ ഇത്? ഡൈനോസർ ഉണ്ടായത് ഇവിടെ ഓ ഈ ഒരു ഭാഗത്ത് അല്ലേ? അത് പിന്നെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയ ബാക്കില്? ഇവിടെ ലൈറ്റ് വെച്ചു. ഓ ഓക്കെ. പിന്നെ ക്യാമറകൾ ക്യാമറ വെച്ചല്ലേ? 3 സൈഡിലേക്ക് ഉണ്ടല്ലോ. നല്ല വിശ്വാസമുള്ളതുകൊണ്ട് നല്ല അഡ്വർടൈസ്മെന്റ് പിന്നെ അച്ഛനോട് നാകുന്നുണ്ടോ? ഓ എല്ലാം ഉണ്ടല്ലോ. അങ്കിള് ഇപ്പൊ പോവും. എല്ലാവർക്കും വിശപ്പെല്ലാം മാറിയില്ലേ? വീട്ടിൽ പോയിക്കൂടെ അല്ലേ? പോയിക്കൂടെ? ബിരിയാണി കിട്ടി. എല്ലാവർക്കും ഇതിനെ കൊണ്ടുപോടാ, ഇതിനെ കൊണ്ടുപോടാ. ഇത് ബോക്സിംഗ് കൂടി പഠിക്കുന്നുണ്ട് ഇപ്പൊ. തീർന്ന് പൊതു പഠിക്കുന്നില്ലേ? ഉണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ട് പോവാൻ 2 വട്ടമായി പറയുന്നത്. എന്നാ പിന്നെ നമ്മളിനി അധികം നാണം കെടുത്തില്ല, പോയേക്കാം അല്ലേ? എന്നാ ഇതാ ചാവി. ലെറ്റ്സ് ഗോ. ഇൻഡയറക്റ്റ് ആയിട്ട് 3 വട്ടമായി പറയുന്നത്. ഗൈസ് ഇതുണ്ടാ, ഇത് ആണ് പേർക്കെന്ന ഓർമ്മ വരുന്ന പറയാ കുബേരൻ സിനിമയില്ലേ, അതില് ദിലീപ് ലക്ഷറി ലൈഫ് ഉണ്ടാവില്ലേ 6 മണി വരെ. അതായത് രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും. ഡോഡ്ജ് വേറെ ഡോഡ്ജ് അവിടെ ഉണ്ട്. ഈ ലൈറ്റില് ഞാൻ ലൈറ്റ് വാങ്ങില്ല ഓടാക്കെ. അത് പറഞ്ഞോണ്ട് തന്നെ ഞാൻ ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യേണ്ടതാ. ലൈറ്റ് ഒക്കെ ഇട്ട് കണ്ടോ? പൊളി 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 പൊളി. അതൊന്ന് ഓണാക്കിയേ. ശരി. ഇത് ഓൾറെഡി ഓണാവും. ഗൈസ് അത് പറഞ്ഞുകൊണ്ട് തന്നെ ഈ വ്ളോഗ് ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും എൻജോയ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലെ ഡെയിലി വ്ളോഗുകൾ ഇനി അങ്ങോട്ടും ഉണ്ടാവും. അപ്പോൾ വേറെ നിനക്ക് പറയാനില്ല എന്നാ പറയണ്ട ശ്രീരി? പക്ഷേ എന്താ പറയണ്ട. അപ്പോൾ വേറെ നിനക്ക് പറയാനില്ല. ഉഷാറായിട്ടിരിക്കുക, വൈബായിട്ടിരിക്കുക. അപ്പോൾ നടക്കണം. പ്ലീസ്.